ഇനി എന്താണ് ഇതിന്റെ ഇടക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞറിയോ, ഈ ഷെയ്ഖിന് കൈമടക്ക് കൊടുത്തിരുന്നു. ആർക്ക്? ഷെയ്ഖ് മുഖ്താറിന്. അയാൾ ഭയങ്കര പണക്കാരനാണ്, അയാൾക്ക് ഇവർ കൈമടക്ക് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. ഇയാളെ വകയിൽ നിങ്ങൾക്ക് കിട്ടിയോ? ഈ ഷെയ്ഖ് വലിയ പൈസക്കാരനാണല്ലോ, എഞ്ചിനീയറും വലിയ പണക്കാരനല്ലേ, അയാളെ വകയിൽ നിങ്ങൾക്ക് കിട്ടിയോ? ഈ ഭക്ഷണവും താമസമൊക്കെ അയാളുടെ വകയാണ്, ഫ്രീ ആണ്. പക്ഷെ ഞങ്ങളെല്ലാം ഞാൻ ഒരു ചെറിയൊരു സംഖ്യ കണക്കാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു കക്കാട് പറഞ്ഞ് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഹദിയായിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഏകദേശം ഏതാണ്ട് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അതിലേക്ക് ആയിക്കോട്ടെ എന്നും കൂടി കണക്കാക്കിയിട്ട് ഞാനൊരു ചെറിയൊരു പൈസ ഹദിയായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എത്രയാണെന്നുള്ള ഓർക്കുന്നില്ല, കുറച്ച് പൈസ അങ്ങോട്ട്. അല്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് ദസ്വിയ അങ്ങനെ ചെല്ലുന്നത് അത് കിട്ടും. ടിക്കറ്റൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പൈസ കൊടുത്തെടുത്തതാണ്. പിന്നെ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഈ ട്രാവലൊക്കെ അവരാണ് ചെയ്തത്. ഞങ്ങളുടെ സിയാറത്തിന് പോയ ബസ്സിൻ്റെ ചാർജ്, ഭക്ഷണം, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത് മുതൽ എയർപോർട്ട് ആക്കുന്നവരെയുള്ള എല്ലാ ചിലവുകളും അവരാണ് ചെയ്തതെന്ന്. ഞങ്ങൾ ഇവിടുന്ന് പൈസ കൊടുത്തതാണ്, അത് എനിക്കറിയുള്ളൂ. ഞങ്ങൾ ഒരാൾക്ക് 25,000 രൂപ വെച്ച് ഞങ്ങൾ കൊടുത്തു. എന്നാൽ ഫൈസി പറയുന്ന കൈമടക്ക് വാങ്ങുന്ന പരിപാടിയെയും നമ്മളെ ശേഖരില്ലാന്ന്. അത് പറയുമ്പോൾ അയാൾ കരഞ്ഞുകൊണ്ടാ കള്ളത്തരം പറയുന്നത്. അതൊന്ന് കേട്ടു. അസൂഫിയ അതുപോലെ തന്നെയല്ലേ ഒരു വിജ്ഞാന ശാസ്ത്ര ശാഖ എന്ന നിലക്ക് അതിൽ കള്ളന്മാര് വരും. എന്തുകൊണ്ട്? ഏറ്റവും സുഖമുള്ള പരിപാടിയാണ്, വളരെ സുഖമുള്ള പരിപാടിയാണ്. ഇൽമിന്റെ ആവശ്യമില്ല. 4 കറാമത്ത് പ്രചരിപ്പിക്കാൻ 4 ആളുകളെ ഏജൻസിയാക്കി വിട്ടാൽ മതി. എന്നിട്ട് കുറച്ച് താടിയും തൊക്കടയും ഈ ജാടകളും ഉണ്ടായിട്ട് എവിടെ ഇരിക്കുക. എന്നിട്ട് കുറെ അനുയായികളെ വളർത്തിയെടുത്തിട്ട് അവർക്ക് ശരിയാത്തും ഉണ്ടാവില്ല, തരീഖത്തും ഉണ്ടാവില്ല. ഇത്തരം ഒരു വിഭാഗം ഇല്ല എന്ന് പറയാനല്ല ഹക്കിന്റെ അഹ്ലുകാരായ ആളുകൾ ജീവിക്കുന്നത്. ഇതെപ്പോഴും ഓർക്കണം. എങ്കിൽ എല്ലാ വിഭാഗത്തിലും കള്ളനാണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സൂഫികളിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കള്ളനാണയങ്ങൾ വളരെ കൂടുതൽ ഇന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? ആളുകളുടെ ബഹുമാനം ആർജിക്കാനോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനോ ഉള്ള വഴിയാണത്. അത് പൈസ പിരിവും അതിനുവേണ്ടി ജീവിക്കുന്ന മേഖലയിലും പറഞ്ഞാൽ പോരെ സുഹൃത്തുക്കളെ. അള്ളാഹു അനുഗ്രഹിച്ചിട്ട് അള്ളാഹുവിന്റെ ദീൻ ഹക്കായ വിധത്തിൽ ലഭിച്ച ഒരു ഷെയ്ഖിന് അത്തരം ഒരു ലാഞ്ചന പോലും ഉണ്ടാവില്ല. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. എന്റെ ഈ ദൗത്യ പ്രവർത്തനത്തിന് വേണ്ടി ഒരു 10 പൈസയും നിങ്ങളോട് ഞാൻ ചോദിക്കില്ല. അൽഹംദുലില്ലാ, ഷെയ്ഖ് മുഖ്താറിന്റെ നയം അവിടുന്ന് പറയാറുള്ളതാണ്, ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ലോകൈക നായക പ്രഭുവായ അള്ളാഹു എനിക്ക് തന്ന ഈ സൗഭാഗ്യം എന്റെ അതിഥികളെ സ്വീകരിക്കേണ്ടത് എന്റെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് മുഖ്താർ 10 പൈസ കൈമടക്ക് വാങ്ങാൻ പെരുമാറാതെ, ആഗ്രഹിക്കാതെ, കൊടുത്താൽ പോലും വാങ്ങാതെ തന്റെ അതിഥികളായി എത്തുന്ന മുഴുവൻ ആളുകളെയും സ്നേഹസമൃദ്ധമായി വിരുന്നൂട്ടി. എന്താണ് ഷെയ്ഖ് മുഖ്താറിന് കിട്ടാനുള്ളത്? അപ്പോ കൊടുത്താൽ പോലും വാങ്ങാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങനല്ലട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയ കൊടുത്താൽ സ്വീകരിക്കാറുണ്ട് എന്നാ. യഖബലുൽ ഹദിയ, ഹദിയ കൊടുത്താൽ സ്വീകരിക്കാറുണ്ട് എന്നാ. ധർമ്മം സ്വീകരിക്കാറില്ല, സക്കാത്ത് വാങ്ങാറില്ല. അതേ സമയത്ത് ഹദിയ കൊടുത്താൽ, ബഹുമാനിച്ച് ആദരിച്ചു വല്ലതും കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ അനുയായികൾക്ക് മനസ്സിന് വേദന ഉണ്ടാവും. ഒരു സാധനം കൊണ്ട കൊടുത്തിട്ട് ഒരു ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ട കൊടുത്ത സാധനം മടക്കിയാൽ അനുയായികൾക്ക് വേദന ഉണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഹദിയ കൊടുത്താൽ സ്വീകരിക്കും. അത് സ്വീകരിക്കൂല ആര്? ഷെയ്ഖ് എന്നാ പറഞ്ഞത്. അതൊരു വലിയ ബഹുമാനമായിട്ടാ പറഞ്ഞത്. കൊടുത്താൽ പോലും കൈമടക്ക് വാങ്ങൂല. കൈമടക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മടക്കിയിട്ട് ആരും കാണാതെ ബഹുമാനത്തോടെ കൊടുക്കുന്നുണ്ട് കൈമടക്ക് എന്ന് പറയുന്നത്. അപ്പോ വാസ്തവത്തിൽ ഈ പോയ അബ്ദുറഹ്മാൻ ഹാജി കൊടുത്തത് അയാൾ വാങ്ങിയിട്ടുണ്ട്. അത് കക്കാട് പറഞ്ഞിട്ടാ കൊടുത്തതെന്ന് അയാൾ പറഞ്ഞ്. കക്കാട് പറഞ്ഞിട്ടാ കൊടുത്തതെന്നാ പറഞ്ഞ്. പിന്നെ നമുക്കറിയില്ല കേട്ടോ, കക്കാട് പറഞ്ഞിട്ട് കൊടുത്തതാണ്, അയാൾ വാങ്ങുകയില്ല. രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ പിന്നെ അതാർക്കാ കിട്ടിയെന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അതിരിക്കട്ടെ. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ കക്കാട് പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഈ മഅ്ദിനി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വിശ്വസിച്ച് പെട്ട ആളുകളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മലക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഒരാള് ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ തൊള്ളയുടെ ഉള്ളിലേക്ക്
തൊള്ളയുടെ ഉള്ളിലേക്ക് വലിയ ഒരു ഇരുമ്പിന്റെ കൊക്ക പ്രവേശിപ്പിക്കുന്നു. ആ പ്രവേശിപ്പിക്കുന്ന കൊക്ക കൊണ്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വഅമ്മർ റജുലുല്ലദീ അതൈത അലൈഹി യുശർസറു സിദ്ഖുഹു ഇലാ ഖഫാഹു വമൻഖിറഹു ഇലാ ഖഫാഹു വഐനഹു ഇലാ ഖഫാഹു ഫഇന്നഹു അർറജുലു യഗ്ദു മിൻ ബൈതിഹി ഫയക്ദിബുൽ കദിബത ഫയബ്ലുഗുൽ ആഫാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തതാണ് കളവ് പറയുന്നവന്റെ ശിക്ഷ. കളവ് പറയുന്നവന്റെ ശിക്ഷ തൊള്ളയിൽ ഇരുമ്പിന്റെ കൊക്ക കൊളുത്തിയിട്ട് കവിൾത്തടം അങ്ങനെ തന്നെ പിടിച്ച് പറിച്ച് അങ്ങനെ കഴുത്ത് വരെ പിടിച്ചു പറിക്കുന്നു. അതുപോലെ കണ്ണിന്റെ ഭാഗം മാന്തിപ്പറിക്കുന്നു. അതുപോലെ മൂക്കിന്റെ ഭാഗം മാന്തിയിട്ട് കഴുത്ത് വരെ പിടിച്ചു പറിക്കുന്നു. കളവ് പറയുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ, ആ ശിക്ഷയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഫഇന്നഹു അർറജുലു യഗ്ദു മിൻ ബൈതിഹി ഫയക്ദിബു കദിബത ഫയബ്ലുഗുൽ ആഫാഖ്. ഒരു കളവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞിട്ട് ലോകമൊട്ടാകെ ആ കളവ് എത്തിപ്പോകുന്നു. അത്തരം ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാസിർ മദനിയോട് പറയാണ്, ആഖിറത്തിൽ വെച്ച് രക്ഷപ്പെടണമെങ്കിൽ, തൊള്ള പറച്ച് കീറാതിരിക്കണമെങ്കിൽ, നേരത്തെ ഞാൻ ഉദ്ധരിച്ചില്ലേ ഹദീസ്, ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് സംസാരിച്ചുകൂടാ. കഫാബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നതനുസരിച്ച് സംസാരിക്കുമ്പോൾ അത് കളവായി തീരുന്നു. കക്കാട് മുഹമ്മദ് ഫൈസ് പറഞ്ഞ മുഴുവൻ കളവുകളും ഒരുപോലെ അങ്ങ് വിശ്വസിച്ചിട്ട് പ്രസംഗിച്ചിട്ട് CD ഇറക്കിയിട്ട് ലോകമൊട്ടാകെ എത്തിയത് കളവല്ലേ? ആ കളവ് പണ്ഡിതന്മാരെ പേരിൽ കളവ്, പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കളവ്, അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും 40 ആലിമീങ്ങളെ കൊണ്ടും പൊരുത്തപ്പെടിയിക്കുകയും ചെയ്യൽ മഅദനിയുടെ ആഖിറത്തിന്റെ കാര്യത്തിൽ ആവശ്യമല്ലേ എന്ന് അദ്ദേഹം സ്വയം ഒന്നിരുന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. നേരിൽ ഭാര്യയെയും കൂട്ടി കക്കാടിന്റെ കൂടെ അതാ തരീഖത്തിന്റെ ശൈഖാണെന്ന ഉറച്ച വിശ്വാസത്തോടെ പറയുന്ന സംഖ്യയും കയ്യിൽ നിന്ന് എടുത്തുകൊടുത്ത് എന്നിട്ട് ഭാര്യയെയും കൂട്ടിയിട്ട് ശൈഖിനെ കാണാൻ പോയിട്ട് ആ ഭാര്യയുടെ കൈ പിടിക്കുന്നത് നേരിൽ കണ്ട വ്യക്തിയല്ലേ പറഞ്ഞത്? കക്കാട് മുഹമ്മദ് ഫൈസ് പറഞ്ഞിട്ട് കൈമടക്ക് കൊടുത്തവരല്ലേ പറഞ്ഞത്? എന്നിട്ട് കക്കാട് പച്ചക്കള്ളം കരഞ്ഞുകൊണ്ടല്ലേ പറയുന്നത്? അല്ലാഹുവേ, സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണേ. നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ എന്ത് ചെയ്യും? ഇനി ഞാനൊരു കാര്യം പറയട്ടെ.